Hello, welcome to my channel. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ടെസ്റ്റ് +2 marks are given for every correct answer and -3 marks are given for every incorrect answer. Meenu answered all the questions and scored 20 marks though she got 8 correct answers. How many incorrect answers had she attempted? അപ്പോൾ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് അവൾക്ക് ഉണ്ടായെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോഴേ ആ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മീനുമാണല്ലേ, ഞാനിപ്പോൾ ഇതവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അലീന, ഓക്കെ, നമ്മുടെ അലീന ഒരു ഗേൾ ഉണ്ട് അവിടെ, ഒരു 10 ക്വസ്റ്റ്യനുള്ള ഒരു ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അതിൽ 7 ക്വസ്റ്റ്യനും കറക്റ്റായി, 3 റോങ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചില ടെസ്റ്റുകൾക്കെല്ലാം നെഗറ്റീവ് മാർക്സ് ഉണ്ട്, തെറ്റിക്കഴിഞ്ഞത് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊന്നും അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലേ അല്ലേ. അപ്പം ഇവിടെ ഒരു കറക്റ്റ് ആൻസറിന് ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ +4 ആണ്, +4 ഉണ്ട്, +3 കൊടുക്കാം അല്ലേ. ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ 7 ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കുന്നു. അപ്പോൾ 7 കറക്റ്റ് ആൻസറിന് എത്ര മാർക്കായിരിക്കും? 7 × 3 21 മാർക്സ്. ഓക്കെ, ഇനി 3 റോങ് ആയെന്ന് പറഞ്ഞാൽ എന്താണ് what do you mean by that? അപ്പോൾ ഒരു റോങ്ങിന് അല്ലെങ്കിൽ ഇൻകറക്റ്റിന് എത്ര? -1 കൊടുക്കേണ്ടല്ല. 1 തെറ്റിക്കഴിഞ്ഞാൽ -1, -1. അപ്പോൾ 3 റോങ് ആൻസേഴ്സ് ആകുമ്പോഴത്തേക്ക് എത്ര മാർക്ക് പോകും? 3 × -1 -3. ഓക്കെ, അപ്പോൾ 7 കറക്റ്റ് ആൻസർ ചെയ്ത് 21 മാർക്സ് കിട്ടാനുള്ളതാണ്. പക്ഷേ സ്കോർ വരുമ്പോഴത്തേക്ക് എന്തുവാണ് നമ്മൾ ചെയ്യുന്നത്? ഈ 21ഉം ഈ -3 കൂടെ ആഡ് ചെയ്യും. അത് ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ സ്കോർ എന്ന് പറയുന്നത് 21 പ്ലസ് നമ്മൾ 21 3 അങ്ങ് മൈനസ് ചെയ്താലും കിട്ടും കേട്ടോ. 21 പ്ലസ് -3. അപ്പോൾ എത്ര കിട്ടുന്നത്? 18 അല്ലേ. 18 + 2 20 18. അപ്പം 21 മാർക്ക് കിട്ടാനുള്ള ആൾക്ക് 18 മാർക്സേ കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാണ്? 3 തെറ്റിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഡൗട്ടുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഈ സ്കോർ നമുക്കിവിടെ ചോദിച്ചേക്കുന്നില്ല ഹൗ മെനി ഇൻകറക്റ്റ് ആണ്, എത്ര എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നീട് നിങ്ങൾ അറിയാനുള്ളത്, ഓക്കെ, ഒരു കറക്റ്റ് ആൻസറിന് +3 മാർക്കാണ്. അപ്പോൾ 2 കറക്റ്റ് ആൻസർക്കോ 2 കറക്റ്റ് ആൻസർ 2 × 3 6. 3 കറക്റ്റ് ആൻസർക്ക് 3 × 3 9 മാർക്സ്. 4 കറക്റ്റ് ആൻസറിന് എത്ര മാർക്കാണ്? 4 × 3 12. ഇങ്ങനെയുണ്ടല്ലോ അല്ലേ. ഈ 12ഉം തന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്സും ആണ്. +3 ആണെങ്കിൽ ഈ 4 എങ്ങനെ കിട്ടും നമുക്ക്? That is 12 divided by 3. അപ്പം നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് വേണമെങ്കിൽ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഡിവൈഡഡ് ബൈ മാർക്ക് ഫോർ 1 കറക്റ്റ് ആൻസർ. അപ്പം അതും കൂടെ നിങ്ങൾ അറിയാം. അത് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എല്ലാവരും നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരുന്നത്. അപ്പം നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിലോ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് എല്ലാ ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട് കേട്ടോ. നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കണമെങ്കിലും എങ്ങനെയാണ്? ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഡിവൈഡഡ് ബൈ മാർക്ക് ഫോർ 1 കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് അടിച്ചിട്ട് ഇതിന്റെ ആൻസർ അല്ല പറയുന്നത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻകറക്റ്റിന് -2 കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 ഇൻകറക്റ്റ് വന്നാൽ 2 × -2 ഈസ് -4. 3 ഇൻകറക്റ്റ് ആണെങ്കിൽ 3 × -2 -6. 4 ഇൻകറക്റ്റിന് എത്ര മാർക്ക് പോകും? 4 × -2 ഈസ് -8. 5 ഇൻകറക്റ്റിന് 5 × -2 ഈസ് -10. അപ്പോൾ ഈ നോക്കി, ഈ -10 ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ്. -10 തന്നിട്ടുണ്ട്, -2 തന്നാൽ എത്ര എണ്ണമാണ്? ഹൗ മെനി ഇൻകറക്റ്റ്?
ഹൗ മെനി ഇൻകറക്റ്റ് ഈ F5 എങ്ങനെയാണ് കിട്ടുന്നത്? ദിസ് -10 ഡിവൈഡഡ് ബൈ -2. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് 10 ഡിവൈഡ് ബൈ 2 5 കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഇത് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ടീച്ചർ രണ്ട് രീതിയും പറയുന്നത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതനുസരിച്ച് പഠിക്കാം. അപ്പം നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് വേണമെങ്കിൽ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഡിവൈഡഡ് ബൈ ദിസ് മാർക്ക് ഫോർ 1 ഇൻകറക്റ്റ് ആൻസർ. അപ്പം ഇവിടെയൊക്കെ മാർക്ക് ഫോർ 1 ഇൻകറക്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് തന്നിട്ടില്ല. അപ്പൊ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടാനുള്ള വഴി എന്താണെന്ന് അറിയാം? സ്കോർ എന്ന് പറയാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്കോർ ഈസ് ഈക്വൽ ടു 21 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഞാൻ നേരെ എഴുതുന്നില്ല, ബിക്കോസ് നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് എഴുതാം. ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടണമെങ്കിലോ അതുകൊണ്ടിടെ ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഞാൻ ഈ സ്കോറിനെ എടുത്ത് അപ്പുറം എഴുതുന്നുണ്ട് കേട്ടോ. ഈസ് ഈക്വൽ ടു സ്കോർ. ഓക്കെ. അപ്പോൾ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 21 ആണ്. 21 വെച്ചാൽ 7 into 3. ഓക്കെ, 21 പ്ലസ് ഇനി ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ്. ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അത് തന്നിട്ടില്ല. ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഒരെണ്ണത്തിന് നെഗറ്റീവ് എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സിന് അതെ ഓക്കെ ടോട്ടൽ അതല്ലെങ്കിൽ നമുക്ക് അത് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസറിന് എക്സ് കൊടുക്കാൻ പറ്റുന്നൊരു എക്സ് കൊടുക്കാം, അതല്ലെങ്കിൽ ഡാഷ് കൊടുത്താലും മതി. ഈസ് ഈക്വൽ ടു സ്കോർ ആണ്. സ്കോർ തന്നേക്കും കേട്ടോ. സ്കോർ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് സ്കോർ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ സ്കോർ ഞാൻ ജസ്റ്റ് പറയുന്നത് 40 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. സംശയം ഉണ്ടാടെ. ഓക്കെ, ഇപ്പം 4 + 2 = 6 ആണെങ്കിൽ ഇവിടുത്തെ ഈ നമ്പർ എങ്ങനെ വരുന്നത്? ഇതിൽ നിന്നല്ലേ മൈനസ് ചെയ്യുന്നത്? ഇതാണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ അവിടെ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സാണ് കിട്ടുന്നത്. പിന്നെ അതിന് ഒരെണ്ണത്തിന്റെ ഒരു ഇൻകറക്റ്റിന്റെ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും. അപ്പം അതൊരു മെത്തേഡ് ഉണ്ട്. അപ്പം ആ മെത്തേഡ് ഞാൻ ആദ്യം ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ തന്നെ പാടാണെന്ന് നിങ്ങളുടെ മൈൻഡിൽ അങ്ങ് വരും കേട്ടെ. അപ്പോൾ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് തന്നേക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതുക. എന്തൊക്കെ തന്നേക്കുന്നത്? നെക്സ്റ്റ് +4 മാർക്സ് ഗിവൺ ഫോർ എവരി കറക്റ്റ് ആൻസർ. അപ്പോൾ മാർക്സ് ഗിവൺ ഫോർ 1 കറക്റ്റ് ആൻസർ. എവരി എന്ന് എഴുതാനും മതി. 1 കറക്റ്റ് ആൻസർ is equal to +4. ഓക്കെ ഓക്കെ, ഇനി മാർക്സ് given for 1 incorrect answer is equal to -3. കൂടി പോയിട്ട് ടീച്ചർ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, മീനു ആൻസർഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് സ്കോർ. അപ്പോൾ സ്കോർ 20 ആണ്. സ്കോർ is equal to 20 തന്നിട്ടുണ്ട്. though she got 8 correct answers. അപ്പോൾ 8 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് is equal to 8 ആണ്. അപ്പം ഒരെണ്ണത്തിന് 4 മാർക്കിന് 8 എണ്ണത്തിന് ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് is equal to 8 into +4 is equal to 32 marks. ഓക്കെ, ഇനി നമുക്ക് ഹൗ മെനി ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി ഇൻകറക്റ്റ് ആണ്? ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഈ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി എന്തുവാണ് നമുക്ക് ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ടോട്ടൽ വേണമെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേണ്ട ഞാൻ നിൽക്കട്ടെ. ടോട്ടൽ
mark for correct answers plus total mark for incorrect answers is equal to score ആയിരിക്കും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ is equal to score. സ്കോർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസറും ഇൻകറക്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് സ്കോർ. അപ്പോൾ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് 32 ആണ്. ദാറ്റ് ഈസ് 32 പ്ലസ് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് നമുക്ക് അറിയത്തില്ല, അവിടെ ഒരു ഡാഷ് കൊടുക്കുകയാണേ. ഓക്കെ, ഇസ് ഈക്വൽ ടു സ്കോർ ആണ്. സ്കോർ തന്നിട്ടുണ്ടല്ലോ, സ്കോർ 20 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ നമുക്ക് കിട്ടുമല്ലോ. എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയ ഒരു എക്സാമ്പിൾ നോക്കിയാണ്ട്, ഇപ്പോൾ 4 + 2 = 6 ആണെങ്കിൽ ഈ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൽ നിന്നല്ലേ മൈനസ് ചെയ്യുന്നത് അല്ലേ? അപ്പോഴത്തേക്ക് ഈ ഡാഷ് എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. ടോട്ടൽ എക്സ് ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എടുത്താൽ നമുക്ക് ഈസിയാണ്. അപ്പം എക്സ് ഒക്കെ നിങ്ങൾക്ക് പാടാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണേ. ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇസ് ഈക്വൽ ടു ഈ 20 വരുന്ന സ്കോർ മൈനസ്, ശരിക്കും അതെങ്ങനെയാണ് ഈ സ്കോർ എന്നാണ് സെപ്പറേറ്റ്, സ്കോർ മൈനസ് ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ്. ദാറ്റ് ഈസ് 20 - 32. 20 - 32 ആകുമ്പോൾ ചെറിയ നമ്പർ വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക, -12. ഇനി നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് -12 ഡിവൈഡഡ് ബൈ മാർക്ക് ഫോർ 1 ഇൻകറക്റ്റ് ഈസ് -3. അപ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് 12/3 ഈസ് 4. 4 എണ്ണമാണ് തെറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കിയാണ്ടേ. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് 32 ആയിരുന്നു. ഇൻകറക്റ്റ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് 4 ആണ്. അപ്പോൾ ടോട്ടൽ 4 × -3 ഈസ് -12 കിട്ടും അല്ലേ? അപ്പോൾ സ്കോർ കിട്ടുമല്ലോ, കിട്ടുമല്ലോ. നമ്മുടെ ഇത് ആദ്യം നേരത്തെ എഴുതുമല്ലോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതൊക്കെ എഴുതുക. അത് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് എന്തുവാണ്? 4 × 8 പ്ലസ് ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ സ്റ്റെപ്പ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 4 × 8 ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ്. പിന്നെ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്തുവാണ്? നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എക്സ് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു ഒരെണ്ണത്തിന് -3 ആണ്. ഇതെന്ന് സ്കോർ ആയിരിക്കും. സ്കോർ 20 തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ സോൾവ് ദ ഇക്വേഷൻ ഒക്കെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ സോൾവ് ദ ഇക്വേഷൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 32 പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു -3 എന്ന് തന്നെ ഞാൻ കൊടുക്കുകയാണ്. = 20 ആണ്. നോക്കി, ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടീച്ചർ നേരത്തെ എക്സാമ്പിൾ കൊടുത്തല്ലോ. 4 + 2 = 6 ആണെങ്കിൽ ഇവിടുത്തെ നമ്പർ എങ്ങനെയായിട്ട് ഡീൽ ചെയ്തത്? മൈനസ് ചെയ്യും. അപ്പം എക്സ് ഇൻറ്റു -3 = 20 - 32 ആണ്. നിങ്ങൾ ഇത് നോക്കട്ടെ, സ്കോർ മൈനസ് എന്ന് ഓർമ്മിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് എക്സ് ഇൻറ്റു -3 ഇവിടെ -12 കിട്ടും. ഇത് നോക്കിയേ, ഏത് നമ്പറിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 4 അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 4. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഇസ് -12, one of the number is -3, find the other number. അപ്പോൾ നമ്മൾ ഡിവിഷനല്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -12 ഡിവൈഡഡ് ബൈ -3. അപ്പോൾ 4 കിട്ടും. ഇനി എക്സ് കൊടുക്കാൻ പാടുള്ള കുട്ടികളുണ്ട് കേട്ടോ. എക്സ് കൊടുക്കാൻ പാടുണ്ടെങ്കിൽ അവിടെ ഡാഷ് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒരു ബോക്സ് കൊടുത്തോളൂ. അപ്പം അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഡാഷ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഡാഷ് ഇൻറ്റു -3 = -12 കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് പ്ലസ് ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് = 4 ആണ്. ഒന്നിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിരിക്കുക, ഈസിയാണ്ടേ. അതാ ഒരു കറക്റ്റിന് 8 മാർക്ക്, ഒരു കറക്റ്റിന് 4 മാർക്ക്, 8 എണ്ണത്തിന് 8 × 4 4 × 8 പ്ലസ് -3 × നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആകുമ്പോൾ ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ്, അതാണ് സ്കോർ എന്നും. ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് ടോട്ടൽ മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് = സ്കോർ. ഇത് പിന്നെ സ്കോർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇങ്ങനെ തിരിച്ചും എഴുതാം കേട്ടോ. 8 പ്ലസ് ഡാഷ് ഇൻറ്റു -3. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഈസ് ഈക്വൽ ടു സ്കോർ എന്ന് പറഞ്ഞ് കൊടുത്ത്. അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യുക.
Okay, see you in the next video.